നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്ന് വിദേശികളുടെ പേരുകൾ നീക്കം ചെയ്തതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവന വൻ വിവാദമാവുകയാണ്. ജയിച്ചാൽ മിണ്ടില്ല, തോറ്റാൽ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം എന്ന നിലപാടാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉള്ളതെന്ന വിമർശനം വ്യാപകമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിരന്തരം ചോദ്യം ചെയ്യുകയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നുവെന്ന വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. വോട്ടർ പട്ടികയും CCTV ദൃശ്യങ്ങളും പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തികച്ചും അസംബന്ധമാണെന്നും സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങളാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലെ കൃത്യതയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും കമ്മീഷൻ വിശദീകരിച്ചു. വെബ്കാസ്റ്റിംഗ് വീഡിയോകൾ ആഭ്യന്തര നിരീക്ഷണത്തിന് മാത്രമാണെന്നും സ്വകാര്യതയും നിയമപരമായ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാൻ വിസമ്മതിച്ചു. കൂടാതെ വോട്ടർ പട്ടികയിൽ നിന്ന് വിദേശികളുടെ പേരുകൾ നീക്കം ചെയ്തതിനെ കുറിച്ചുള്ള പരാതികൾ രേഖാമൂലം നൽകിയാൽ മറുപടി നൽകാമെന്നും രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കമ്മീഷൻ അറിയിച്ചെങ്കിലും അദ്ദേഹം ഇതിന് മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. അതേസമയം തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലയിൽ കെട്ടിവെക്കുന്നത് കോൺഗ്രസിന്റെ പതിവ് രീതിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മുൻപ് വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടപ്പോൾ കോൺഗ്രസ് സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ EVM-ൽ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നിരന്തരം ആരോപിച്ചിരുന്നു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും EVM-ൽ അപാകതകളുണ്ടെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുകയായിരുന്നു. ബാലറ്റ് പേപ്പർ വഴി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം സുപ്രീം കോടതിയും തള്ളിയിരുന്നു. മഹാരാഷ്ട്രയിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഈ വിഷയങ്ങൾ പരിശോധിക്കാൻ ഈഗിൾ എന്ന പേരിൽ ഒരു പ്രത്യേക സമിതിക്ക് കോൺഗ്രസ് രൂപം നൽകിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും തെളിവുകളുടെ അഭാവം ഇവരുടെ ആരോപണങ്ങളെ ദുർബലമാക്കിയിരുന്നു. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പോളിംഗ് വിവരങ്ങളും ഭൂരിപക്ഷവും കമ്മീഷൻ വൈകിപ്പിച്ചുവെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇതൊന്നും കൂടാതെ വോട്ടർ പട്ടികയിൽ നിന്ന് വിദേശികളെ നീക്കം ചെയ്യുന്നത് സാധാരണ നടപടിക്രമമാണെന്നും തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള കമ്മീഷന്റെ ശ്രമങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷകരമായി ബാധിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.